ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ IBPS ക്ലർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഭാഗത്തിലെ ഒരു ചോദ്യമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പല രീതിയിൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ്. രാഹുൽ ടേക്സ് എ ലോൺ ഓഫ് ₹12,500 ഫ്രം എ ബാങ്ക് at simple interest of 15% per annum and invest in a scheme offering compound interest of 40% per annum compounded annually. Find the profit earned by Rahul at the end of third year. ഓക്കെ, അപ്പോൾ എൻഡ് ഓഫ് തേർഡ് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പീരീഡ് 3 yearsആണ്. ടൈം ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നത് 3 yearsആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. 12,500 രൂപ 15% നിരക്കിൽ, അതെ 3 വർഷത്തേക്ക് 15% നിരക്കിൽ രാഹുൽ 12,500 രൂപ ലോണായിട്ട് ഒരു ബാങ്കിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് ഈ 12,500 രൂപ പുള്ളി എന്ത് ചെയ്യുന്നു, വേറൊരു സ്കീമിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ 40% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അവിടുത്തെ ടൈം 3 yearsആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് പ്രോഫിറ്റ് ഏൺഡ് ബൈ രാഹുൽ എന്നാണ്. അപ്പം രാഹുൽ ബാങ്കിൽ ഇൻട്രസ്റ്റും രാഹുലിന് സ്കീമിലിടുമ്പോൾ ഉള്ള ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും രാഹുലിൻ്റെ പ്രോഫിറ്റ്. അപ്പം നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോവാം. ഇതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഞാൻ ആ പല മെത്തേഡ് ഓരോ വട്ടമായി നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് 3 വർഷത്തേക്കാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഫസ്റ്റ് ഇയറിൽ 15%, സെക്കൻഡ് ഇയറിൽ 15%, തേർഡ് ഇയറിൽ 15%. ഇത് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 45% എന്നുള്ളത് കിട്ടും സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. ജസ്റ്റ് 15x3 ചെയ്തതേ ഉള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഓരോ വർഷവും 15% കൂട്ടുമ്പോഴാണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ 45% കിട്ടുന്നത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതിൽ നമുക്ക് പല മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഇങ്ങനെ ഓരോ വർഷത്തെ എഴുതി മനസ്സിലാക്കി പോകാം. അപ്പോൾ ആദ്യം നമ്മുടെ പ്രിൻസിപ്പിൾ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. പ്രിൻസിപ്പിൾ 12,500 കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും പുള്ളിയുടെ പ്രോഫിറ്റ്. അപ്പം CI - SI ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഈ 45% നമ്മളിവിടെ എഴുതിയേക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. എത്ര, ഈ 12,500ൻ്റെ 45% ആയിരിക്കും. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ലോണിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് ആദ്യം കൊടുക്കുന്ന ആദ്യത്തെ കേസിലുണ്ടാകുന്ന ഇൻട്രസ്റ്റ് 12,500ൻ്റെ 45% ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ CI ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. CI എന്ന് പറയുന്നത് 40% ആണ് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ 40% കൊടുക്കണം. പിന്നീട് എന്താ വേണ്ടുന്നത്, സെക്കൻഡ് ഇയറിൽ ഈ 40%ൻ്റെ 40% കൂടെ കൊടുക്കണം. അപ്പോൾ 40 × 40/100 എന്ന് വരും. കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 16 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. 1600/100 എന്ന് വരും. 100ഉം മുകളിൽ 100ഉം കട്ടാകുമ്പോൾ നമുക്ക് 16 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ തേർഡ് ഇയറിൽ എന്താ സംഭവിക്കുന്നത്, 40% നമ്മൾ എന്തായാലും ഓൾറെഡി കൊടുക്കണം. പിന്നെ ഈ 40യുടെ 40% അത് 16 വരും. പിന്നെ ഒരു 40 കൂടെ ഉണ്ട്. ഈ 40, അതായത് രണ്ടാമത്തെ വർഷത്തിൽ ഒരു 40 എക്സ്ട്രാ കിടപ്പുണ്ടല്ലോ, ആ 40യുടെയും 40% അതും നമുക്ക് 16 വരും. പിന്നെ ഈ 16ൻ്റെയും ഒരു 16ൻ്റെ ഒരു 40% വരും. അപ്പോൾ 16 × 40/100 എന്ന് വരും അല്ലേ. 60, അപ്പോൾ നമുക്ക് 16 × 4 64 വരും. ഒരു 0 ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെസിമലിൽ ഇവിടെ 6.4 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് 3 വർഷത്തേക്കുള്ള ഫുൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറിയാൻ ഇതെല്ലാം കൂടെ കൂട്ടണം. ഇത് ഇത്രയും കൂട്ടുമ്പോൾ നമുക്ക് 120 കിട്ടും. പ്ലസ് ഇത് 32 പ്ലസ് ഒരു 16 പ്ലസ് 6.4 എത്ര കിട്ടും, 152, 168, നമുക്ക് 174.4 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 45 കിട്ടി, ഇവിടെ 174.44 കിട്ടി. ഓക്കെ,
നമുക്കതൊന്ന് വൃത്തിയായിട്ട് എടുത്തെഴുതാം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് CI കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സിമ്പിൾ മെത്തേഡാണ്, കുറച്ച് ടൈം ടേക്കിംഗ് ആണ്, എന്നാലും ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്ത് ഇത് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ SI ഫസ്റ്റ് ഇയറിൽ നമുക്ക് 45%, സെക്കൻഡ് ഇയറിൽ 174.4% കിട്ടിയത്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് എത്ര ആണെന്നാണ്. അപ്പോൾ ഈ 174.4% നിന്നും 45% കുറച്ചാൽ മതി. ഇവിടെ 4 വരും, ഇവിടെ 9, 64/2 129.4%. എന്തിൻ്റെ? 12,500ൻ്റെ 129.4% ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നമ്മളിത് തമ്മിൽ കട്ട് ചെയ്യുക. നമുക്കിനി 125നെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് 1000/8 എന്ന് എഴുതാം. ഇൻറ്റു ഈ 129.4 വരും. നമുക്ക് ഇപ്പോൾ എഴുതാം. ഇൻറ്റു 129.4. ഓക്കെ, 129,400 /8 എന്ന് വരും. നമ്മളത് കട്ട് ചെയ്യുമ്പം 16175. അപ്പോൾ നമ്മുടെ ആൻസറാണ് കിട്ടിയത്. CI - SI 16175 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. CI - SI എങ്ങനെ എടുത്തത് മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ CI - SI ഇവിടെയാണ് ചെയ്തത്. ഇത് CI ആയിരുന്നു, ഇത് SI ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് റേഷ്യോ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സെയിം നമ്മുടെ പ്രിൻസിപ്പൾ 12,500 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CI - SI ആണ്. ഓക്കെ, ഇവിടെ 45% ആണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഉള്ളത്. നമ്മൾ റേഷ്യോ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റിനെയും കൂടെ ജസ്റ്റ് റേഷ്യോയിലോട്ടാക്കാം. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് 45/100 ആണല്ലോ. 45% ആണ് നമുക്ക് കിട്ടിയത്. അതെന്ന് പറയുന്നത് 9/20 ആണ്. അപ്പോൾ ഇതിൽ ഈ 9 എന്ന് പറയുന്ന ഇൻട്രസ്റ്റും താഴെ കിടക്കുന്ന P എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പളുമാണ്. അപ്പോൾ റേഷ്യോ വെച്ച് ചെയ്യുമ്പം ഈ 20 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന 12,500 ആണ്. കട്ട് ചെയ്ത് കളയുമ്പം നമുക്ക് എത്ര കിട്ടും? 625 എന്ന് കിട്ടും. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 625 കിട്ടും. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റാണ് വേണ്ടത്. ഇൻട്രസ്റ്റ് എത്ര? 9 അല്ലേ? ഇൻട്രസ്റ്റ് 9 ആയതുകൊണ്ട് നമുക്ക് 625 × 9 എന്ന് എഴുതാം. അതായിരിക്കും ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, സിമിലർലി നമ്മൾ ഈ 40%നെ റേഷ്യോയിലോട്ട് എഴുതുകയാണ്. 40% എന്ന് പറഞ്ഞാൽ 2/5 അല്ലേ? അപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും എമൗണ്ട് ബൈ പ്രിൻസിപ്പിൾ എന്നുള്ള ഫോമിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് 2ഉം പ്രിൻസിപ്പിൾ 5 ആണ്. ഓക്കെ, നമ്മളിതിനെ എമൗണ്ട് ബൈ പ്രിൻസിപ്പിൾ എങ്ങനെ എഴുതും? ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പിൾ ആണല്ലോ എമൗണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? എമൗണ്ട് ബൈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 7/5 എന്ന് വരും. ഇത് എത്ര വർഷത്തേക്കാണ് നടക്കുന്നത്? 3 വർഷത്തേക്ക്. 3 വർഷത്തേക്ക് നടക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 7 അല്ലേ? സെക്കൻഡ് ഇയറിൽ 7 അല്ലേ? തേർഡ് ഇയറിൽ 7. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 7 എമൗണ്ട് വരുമ്പോൾ പ്രിൻസിപ്പിൾ വരും. എമൗണ്ട് പ്രിൻസിപ്പിൾ അങ്ങനെ 3 ആയിട്ടാണ് വരുന്നത്. 3 വർഷമായിട്ട് നമ്മൾ 3 ആയിട്ട് എഴുതി. ഇനി ഇതിൻ്റെ ബേസിക്കലി നമ്മളിതിൻ്റെ ക്യൂബ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സക്സസീവായിട്ടാണ് ഈ ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നത്. കോമ്പൗണ്ടിങ് ആണല്ലോ. അപ്പോൾ നമ്മളിതിൻ്റെ ക്യൂബ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്യൂബ് എടുക്കുമ്പോൾ ഇവിടെ 343 വരും, ഇവിടെ 125 വരും. അപ്പോൾ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പ്രിൻസിപ്പിൾ എത്രയാണ് തന്നേക്കുന്നത്? 12500 എന്നാണ് തന്നേക്കുന്നത്. പക്ഷേ നമുക്ക് റേഷ്യോയിൽ കിട്ടിയേക്കുന്നത് 125. അപ്പോൾ നമ്മുടെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 100ന് തുല്യമായിട്ട് വരും അല്ലേ? 100ന് തുല്യമായിട്ട് വരും, 100ന് തുല്യം. ഓക്കെ, 1 യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ ഇൻട്രസ്റ്റാണ് വേണ്ടുന്നത്. ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നത്? ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇൻട്രസ്റ്റ് കിട്ടത്തില്ലേ? ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഈ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ. എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിളാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടുന്നത്?
343 മൈനസ് 125. അപ്പോൾ നമുക്ക് 21800 എന്നുള്ളത് ഇൻട്രസ്റ്റ് കിട്ടും. ഈ 00 ഞാൻ ഈ 100 കൂടി ഇൻറ്റു ചെയ്തിട്ടാണ് അങ്ങനെ എഴുതിയത്. അപ്പോൾ 21,800 ആണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് റേഷ്യോ മെത്തേഡ് വെച്ച്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 21,800-ൽ നിന്നും CIയിൽ നിന്നും SI കുറയ്ക്കണം. ഇതെത്ര വരുന്നത്? 625 × 9. 625 × 9 എന്ന് പറയുമ്പം ആദ്യമേ 6 × 9 54, അപ്പോൾ 5400 വരും. പിന്നെ ഒരു 180 ആഡ് ചെയ്യണം, അപ്പം 5580 വരും. പിന്നെ ഒരു 45 കൂടെ ആഡ് ചെയ്യണം, അപ്പോൾ എന്താവും 5625 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത് മൈനസ് ചെയ്താലും നമുക്ക് ആ ആൻസറിലേക്ക് എത്താം. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 5, 9ൽ നിന്നും 2 പോയാൽ 7, ഇവിടെ 7 ഉള്ളൂ. 7ൽ നിന്നും 6 പോയാൽ 1, ഇവിടെ 21ൽ നിന്നും 5 പോയാൽ 16. നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ ഇതിലും കിട്ടി, 16175. ഓക്കെ, ഈ 2 മെത്തേഡാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. വേറെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 16175 ആണ് പുള്ളിക്കാരൻ ഏൺ ചെയ്ത പ്രോഫിറ്റ്. ഇനി ഞാൻ ഒരു മെത്തേഡും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. അതും കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്, എന്നാലും ഞാൻ കാൽക്കുലേറ്റീവ് ആണെന്നല്ല, ഞാൻ പറഞ്ഞുതരാം എന്തായാലും. ഓക്കെ, അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തരികയാണ്. നമുക്കിവിടെ 45% ആണ് കിട്ടിയത്. ജസ്റ്റ് സക്സസീവ് ഡിസ്കൗണ്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പം 3 വർഷം ഒരേ പെർസെൻറ്റേജ് ആണല്ലോ. ഫസ്റ്റ് ഇയർ 40% ആണ്, സെക്കൻഡ് ഇയറിലും 40% ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഈ A + B + AB / 100. ഈ ഒരു ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് ഇത് സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആയതുകൊണ്ട് ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം 3 വർഷത്തേക്കുള്ള. ആദ്യമേ കണ്ടുപിടിച്ചാൽ 174.4 നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ 40 എഴുതുക. 40 + 40 + 40 × 40/100 എത്ര വരും? 80 + 60 എത്ര വരും? 96 എന്നുള്ളത് വരും. ഇപ്പോൾ 2 വർഷത്തേക്കുള്ളതായി അല്ലേ? ഫസ്റ്റ് ഇയറിൽ 40, സെക്കൻഡ് ഇയറിൽ 40. അപ്പം 2 വർഷത്തേക്ക് നമുക്ക് 96% എന്നുള്ളത് എഫക്റ്റീവ് അല്ലെ സക്സസീവ് ഡിസ്കൗണ്ട് എന്നുള്ള മെത്തേഡിൽ കൂടെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ നമുക്ക് 96 കിട്ടിയല്ലോ. അപ്പോൾ ആ 96നെ എടുക്കുക, വീണ്ടും ഇതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുക. തേർഡ് ഇയറിലേക്കും 40, പിന്നെ 96 × 40 / 100. ഓക്കെ, അപ്പം 96 + 40 നമുക്ക് എത്ര കിട്ടും? 136 കിട്ടും. പ്ലസ് ഈ 96 × 40 എന്ന് പറയുന്നത് 96 × 4 നമുക്ക് 384 കിട്ടും. 90 × 4 360, 6 × 4 24, 360 + 24 384. താഴെ ഒരു ഇതുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 38.4 എന്ന് കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 174.4% എന്ന് കിട്ടും. 3840 അല്ലേ, നമുക്ക് ഈ 174.4 ആണ് ആദ്യമേ കിട്ടിയത്. ഞാൻ ആദ്യത്തെ മെത്തേഡിൽ പറഞ്ഞത് എന്നുവെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് ഓരോ വർഷത്തെ എഴുതി ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്കിതിൻ്റെ ഡിഫറൻസ് ആണ് വേണ്ടത്, അതായത് CI - SI. നേരത്തെ പോലെ നമുക്ക് സിമിലറായിട്ട് ഇതിന് കുറയ്ക്കുമ്പം 129.4 കിട്ടുന്നു. അപ്പോൾ 129.4 ആണ് ഇതിൻ്റെ പ്രിൻസിപ്പളിൻ്റെ 129.4% ആയിരിക്കും. നമുക്ക് ആൻസർ നേരത്തെ കിട്ടിയതുപോലെ തന്നെ 16,000 എത്രയായിരുന്നു കിട്ടിയത്? 16,175. ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഈ 3 മെത്തേഡും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ മെത്തേഡ് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 3 മെത്തേഡും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അത് പല ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എനിക്കൊന്ന് ഇതിൽ റേഷ്യോ മെത്തേഡായിരിക്കും കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയറും ചെയ്യുക. അപ്പം എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഓൾ ദ ബെസ്റ്റ്. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണുക, കൂട്ടുകാർക്കിടയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.